എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു മീൻ കൂട്ടാൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം തിരുവനന്തപുരത്തുള്ള 2 മക്കൾ പറഞ്ഞു, ആൻറ്റി ആലപ്പുഴ സ്റ്റൈലിലെ മീൻ കറി ഒന്നുകൂടെ വെച്ച് കാണിക്കണേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഈ മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ മീനാണ്, വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്താണ് മീൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് ഞാൻ ശകലം തേങ്ങയെ, അതിനകത്ത് കരിയാപ്പല, ഒരു 5 കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണങ്ങൾ, 6 ചുമന്നുള്ളി, ഇത്രയിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ട് ബാക്കി കാണിക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചീനിച്ചട്ടി ചൂടായി. നമുക്ക് തേങ്ങ ഇടാം, ചെറിയ ഉള്ളി ഇടാം. ഇഞ്ചി കഷ്ണം, ഇതാണ് ഇഞ്ചി കഷ്ണം ഇടാം. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. തീയലിന് വറക്കുന്ന പോലെ വറുത്തെടുക്കണം. അത്രയും മൂക്കണ്ട, എങ്കിലും ഞാൻ കാണിക്കാം പിന്നീട്. വെളിച്ചെണ്ണ കുറവായത്, തേങ്ങയ്ക്ക് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് മൂപ്പിക്കാം. മൂത്തു, തേങ്ങ മൂത്തു. ഇനി നമുക്ക് മസാല ചേർക്കാം. 3 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് മൂപ്പിച്ച് നമുക്ക് വാങ്ങിയിട്ട് ബാക്കി കാണിക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ എല്ലാം മൂത്തു. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇങ്ങനെ മൂക്കണം മീൻ വെക്കുന്നതിന്. ഇനി നമുക്ക് വേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്നും ഇനി നമ്മൾ വഴറ്റി ചേർക്കത്തില്ല. എല്ലാം ഇതിനകത്തുണ്ട്. ഇത് അരച്ചങ്ങ് വെക്കത്തതേ ഉള്ളൂ. ഇനി ഈ വറുത്ത സാധനങ്ങളെല്ലാം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അരച്ചും എടുക്കാം. മീനിനെ അരച്ച് വേണേലും എടുക്കാം, പൊടിച്ച് വേണേലും എടുക്കാം. എങ്ങനെ വേണേലും അത് അവരവരുടെ ഇഷ്ടം. ഹലോ, ഞാൻ ശകലം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണേ. അരക്കട്ടെ. ഹലോ, ഇനി നമുക്ക് ചട്ടി വെക്കാം. ഗ്യാസ് കത്തിച്ചു, ചട്ടി വെക്കാം. ആ ചട്ടിയുടെ അടിയിൽ മീൻ പിടിക്കാതിരിക്കാൻ ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വറുത്തരച്ചെടുത്ത തേങ്ങയാണ്. വെള്ളം ചേർത്താണ് ഞാൻ അരച്ചത് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ഇടാം, ചട്ടിയിലോട്ട് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു ചട്ടിയിലോട്ട് ഒഴിക്കാം. നമുക്കൊന്ന് അരപ്പിളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടെ ശകലം കൂടെ വെള്ളം വേണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. നമ്മൾ ആലപ്പുഴക്ക് ഞാൻ ക്യാമറ കൊണ്ടുവരട്ടെ അങ്ങോട്ട്. അരപ്പ് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് മീനിൻ്റെ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടാം. ഇത് അയില വേണേലും ഇങ്ങനെ വെക്കാം. ഇത് മത്തിയാ കേട്ടോ. മത്തിയും വെക്കാം, അയിലയും വെക്കാം.
ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് വേവട്ടെ. നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് നോക്കാം മീൻ എങ്ങനെയായിന്ന്. മീൻ നല്ലവണ്ണം തിളച്ചിട്ടാ. ഇനി നമുക്ക് തവിയിട്ടും സ്പൂണിട്ടും ഒന്നും ഇളക്കരുത്. നമുക്കൊന്ന് ചുറ്റി വെക്കാം. പറ്റട്ടെ. മീൻ തിളയ്ക്കുന്നു. പാവയ്ക്ക മെഴുക്ക് വരട്ടി വെക്കുന്നു. ചോറ് വെന്തിട്ടുണ്ട്. സാമ്പാറുണ്ട്. ഇതാ നമ്മുടെ മീനിൻ്റെ എണ്ണ എല്ലാം പൊങ്ങി വന്നു. മീൻ റെഡിയായി. ഇനി നമുക്ക് ശകലം ഉലുവാപ്പൊടി ചേർക്കാം. അത് മീൻ വാങ്ങാറാകുന്ന സമയത്തേ ഉലുവാപ്പൊടി ചേർക്കാവൂ, അല്ലെങ്കിൽ അത് ഒരുപാട് ഇടുകയും ചെയ്യരുത്. ശകലം കരിവേപ്പില ഇടാം. ഒരു പച്ചക്കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വാങ്ങി ഉപയോഗിക്കാം. ഇതാ മീനെല്ലാം തുറന്ന് നോക്കുക. മീനെല്ലാം റെഡിയായി. നമുക്ക് ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. അടിപൊളി മീൻ കൂട്ടാനാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻ്റ് ഇടണേ, ഷെയർ ചെയ്യണേ. ബൈ. ഇനി നാളെ കാണാം. ഡൺ.